മലയാളി ആയതുകൊണ്ട് അത് താമസിക്കുന്ന ഹോട്ടലിലേക്കൊന്ന് ഇറക്കാവോന്ന് പോലീസുകാർ ചോദിച്ചപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു. അങ്ങനെയാണ് എന്റെ ജിപ്സി കയറിയത്. ആ വെപ്രാളത്തിന്റെ ഇടയിൽ എങ്ങനെയോ ഈ മല വഴുതി നമ്മുടെ വണ്ടിയിൽ വീണതായിരിക്കും. അതിനാ സാധ്യത. കഷ്ടം. ആ കുട്ടിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? പാവം. അതെവിടെയുള്ളതാണെന്ന് വലുത് നിനക്കറിയാവോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ചോദിച്ച കാര്യത്തിനൊട്ട് ആ കൊച്ചു മറുപടിയും തന്നില്ല. ചിലപ്പോ ഈ മാല ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും. ആയിരിക്കാം, ആർക്കറിയാം. എന്താണെങ്കിലും നീ ഇതെങ്ങനെയെങ്കിലും അതിന്റെ കയ്യിലെത്തിക്കണം. ആ, പേര് പോലും അറിയാത്ത ആ കുട്ടിക്ക് ഞാനിതെങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനാണ്? നീ ഒന്ന് അന്വേഷിക്കേ. നോക്കട്ടെ. വെറുതെ നോക്കട്ടെ എന്ന് പറഞ്ഞാ പോരാ, ചെയ്യണം. ഈ മാലയുടെ വില നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. സ്റ്റേഷനിൽ നിന്ന് ആ കൊച്ചിന്റെ അഡ്രസ് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെയായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. പ്രോമിസ്? എന്റെ മഞ്ജുലാങ്കിയോട് സിദ്ധു കള്ളം പറയൂ. പറയൂ. ഇല്ല. ഇത് സൂക്ഷിച്ചു വെച്ചോ. എന്നിട്ട് ആ കുട്ടിയെ കണ്ടുപിടിച്ച് ഇത് അതിനെ ഏൽപ്പിക്കണം. ആ, മുന്നു വന്നിരിക്കുന്നതേ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാ. നമ്മുടെ ഓഫീസിലോ? എന്തിന്? അവള് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞതാ. ആ, ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ച പിള്ളേർ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 6 മാസം കൂടുമ്പോ ഇറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നീ അവളോടൊന്ന് സംസാരിക്കേ. സംസാരിക്കാം. മമ്മി ചെല്ല്. ചെല്ലു മമ്മി. പപ്പ. മോളെ വാ. വൺസിന്റെ വീക്ക് കഴിക്കേണ്ട ബ്ലൂ ടാബ്ലറ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരുന്നു. പപ്പ കഴിച്ചായിരുന്നു? ഓ, കഴിച്ചു. അതിന്റെ ക്ഷീണത്തിലെങ്കിൽ ഇരുന്ന് പോയതാ. ഇനി ചെക്കപ്പിന് പോകുമ്പോഴേ അതൊന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഡോക്ടറോടൊന്ന് ചോദിക്കണേ പപ്പ. അങ്ങേരുടെ മൂഡ് നോക്കി മോള് തന്നെ ചോദിച്ചാ മതി. ഞാൻ ചോദിച്ചാ അങ്ങേരനെ കഴിച്ചു തിന്നാൻ വരും. ഫ്രണ്ട്ഷിപ്പ് ഒന്നും ട്രീറ്റ്മെന്റ് കാണിക്കില്ലല്ലോ. ഞാൻ ചോദിച്ചോളാം പപ്പ. ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല, പപ്പയ്ക്ക് വേണ്ടിയല്ലേ.
പിന്നെ പപ്പ മുന്നുമോള് വന്നിട്ടുണ്ട്. ഹാ മുന്നുമോള് വന്നോ? ആ ഇന്നു മുതൽ അവൾ ഓഫീസിൽ പോകാൻ തുടങ്ങുക. പപ്പയുടെ അനുഗ്രഹം മേടിക്കാൻ ദേ പുറത്ത് വന്ന് നിപ്പുണ്ട്. അതിനെന്തിനാ പുറത്തു നിൽക്കുന്നത്? അവരോട് ഇങ്ങോട്ട് വരാൻ പറ. പപ്പയെ പേടിയും ബഹുമാനം ഉള്ളതുകൊണ്ടാ. വിളിക്ക്. മോളെ മുന്നു വാ. ഹായ് പപ്പ, ഗുഡ് ഹായ്. മോർണിംഗ്. മോള് വരുന്ന കാര്യം മഞ്ജു പറഞ്ഞായിരുന്നു. കോഴ്സൊക്കെ കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു. ഇന്ന് ജോയിൻ ചെയ്യുന്ന കാര്യം സിദ്ധുവിനോട് ചോദിച്ചോ? ഇല്ല. അതെന്താ? അവരോടൊന്ന് പറഞ്ഞേക്കാൻ വയ്യായിരുന്നോ? അത് പിന്നെ പറഞ്ഞാല് അവൻ സമ്മതിക്കത്തില്ലല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ. അതെന്താ? അല്ല അതങ്ങനെയാ, പപ്പയ്ക്ക് കാരണം അറിയാലോ. ആ സാരമില്ല, ഞാൻ പറഞ്ഞോളാം. പപ്പ പപ്പയൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ. അതിന്റെ ആവശ്യം എന്താ? ഞാൻ നോക്കിക്കോളാം. എന്നാ ഇറങ്ങ മുന്നു, താഴേക്ക് ചെല്ലേ. സിദ്ധു ഇറങ്ങുമ്പോ കൂടെ പോവാം. ശരി പപ്പ, എന്നാ. ആ മോളെ, വലിയൊരു ഡിസൈനർ ആവണം കേട്ടോ. മോൾക്കതിനാവും. നീ സ്മാർട്ടല്ലേ? മോഡേൺ ഡിസൈൻസ്, ട്രെൻഡ്സ് ഇതൊക്കെ ഫോളോ ചെയ്ത് സ്വയം അപ്ഡേറ്റ് ആവണം. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. സ്വന്തമായൊരു പേരും പ്ലേസും ഉണ്ടാക്കണം. ചെല്ലേ. ശരി പപ്പ, പോയിട്ട്. പപ്പ. എന്താ മോളെ? ഇല്ല, ഒന്നുമില്ല. പപ്പയുടെ മനസ്സിൽ വെച്ചാ മതി. എന്താ പറ? മനസ്സ് വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്താ മോളെ ഇഷ്യൂ? ഇഷ്യൂ എന്ന് വെച്ചാ ഒരു പോലീസ് കേസാ. പോലീസ് കേസോ? പിന്നെ ഈ മംഗലാപുരത്ത് ലോട്ടസ് ഗ്രൂപ്പിനെ കാണാൻ സിദ്ധു പോയില്ലായിരുന്നു? ആ പോയിരുന്നു. അവരുടെ മെയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം പോസിറ്റീവ് ആണല്ലോ. അത് ഓക്കെ പപ്പ, പക്ഷെ ഇതല്ലേ. ഒരു പെണ്ണുമായിട്ടെന്തോ ഇഷ്യൂ ആയിട്ട് സിദ്ധു അവിടെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അങ്ങനെ അറിഞ്ഞത്. നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അത്? മമ്മി പറയുന്നു ഞാൻ വിചാരിച്ചത്. ഇല്ല. അല്ല ഒന്നുമില്ല പപ്പ. സിദ്ധുവിന്റെ കാര്യത്തില് പപ്പയൊന്ന് ശ്രദ്ധിച്ചാ മതി. അവനിങ്ങനെ നാട് ചുറ്റി നടക്കുമ്പോഴേ അറിയാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ പപ്പ. മമ്മിയാണെങ്കിലേ എല്ലാത്തിനും സപ്പോർട്ടല്ലേ പപ്പ. ഈ കാര്യം അറിഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയോ? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എന്താ ഉണ്ടായതെന്ന്. അതല്ല പപ്പ, അതൊന്നും വേണ്ട. പപ്പ എന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടി പറഞ്ഞതാ. പപ്പ പപ്പ വിഷമിക്കൊന്നും വേണ്ട. നമുക്കവനെ ആരെങ്കിലും കൊണ്ടൊന്ന് കെട്ടിച്ചാ പോരെ? ഇത്രയും വയസ്സായില്ലേ അവന്? അല്ലെങ്കിൽ അന്യ നാട്ടിൽ നിന്ന് വല്ല നാടോടി പെമ്പിള്ളേരും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. മറ്റുള്ളവരോടൊക്കെ വലിയ കാര്യമല്ലേ? പൊട്ടനാണെങ്കി വീണും പോവും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒന്ന് രണ്ട് ബന്ധങ്ങൾ സൂട്ടാണെന്ന് സുജാത പറയുന്നുണ്ട്. അത് വെച്ച് നമുക്ക് അവനെ നിർബന്ധിക്കാം. മതി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മതി. നമ്മുടെ കുടുംബത്തിലെ എല്ലാം നല്ല പെമ്പിള്ളേരല്ലേ? നമ്മുടെ മുന്നിൽ തന്നെ മോശമാണോ? നല്ല മിടുക്കിയല്ലേ? അവൻ പഠിച്ചു തന്നെയല്ലേ അവള് പഠിച്ചത്? വരട്ടെ, നോക്കാം. പപ്പ അത് മനസ്സിൽ വെച്ചാ മതി കേട്ടോ. ഈ പോലീസ് കേസും പെണ്ണുകേസും ഒക്കെ ആയാലേ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടല്ലേ? അത് മാത്രമേ എനിക്കൊരു പേടിയുള്ളൂ. അവസാനം കുടുംബത്തിൽ നിന്ന് പോലും ഒരു പെണ്ണ് കിട്ടാതായി പോവും അവന്. സാറിന് കഴിക്കാൻ എടുക്കട്ടെ മാഡം? വേണ്ട, ഇന്ന് ഓഫീസിൽ തിരക്കുണ്ട്. അവിടെ ചെന്ന് കഴിച്ചോളൂ. മമ്മി ഞാൻ പോവാ. മോനെ, നീ കോഫി കുടിച്ചില്ല? മമ്മി കുടിച്ചോ, ഒന്ന് ഉഷാറാവട്ടെ. ആ എടുത്തി ഒന്ന് വേഗമായിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, വണ്ടി സർവീസിന് കൊടുക്കാൻ സമയമായി. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ.
ഏയ് എങ്ങോട്ടാ? ഞാനും വരുന്നുണ്ട്. എവിടെ? സിദ്ധു അവളോട് നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്തിന്? വെറുതെ അവിടേക്ക് ഒന്ന് കാണാൻ. എന്ത് കാണാൻ? അത് സുവോ മ്യൂസിയം ഒന്നുമല്ല, ജസ്റ്റ് an ഓഫീസ്. അവള് അവിടെ വർക്ക് ചെയ്യേണ്ടതല്ലേ? എവിടെ? നമ്മുടെ ഓഫീസിലോ? പിന്നെ ഒന്നാം തരം ഡിസൈനർ അവള്. ഡിസൈനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാ. ആ ജോലിക്ക് കേറാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആഹാ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തോ? കൊള്ളാം. ഡിസൈനർ ആണല്ലേ? ഗുഡ്. ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് സ്വന്തം ഡിസൈൻ ആണോ? ഏയ് അല്ല, ഇത് ഞാൻ മോളിൽ നിന്ന് വാങ്ങിയതാ. ഓ ഓ ഓ കൊള്ളാം, നല്ല ഡിസൈനാ. ഇവളുടെ കയ്യിലെ ഇതിലും നല്ല ഡിസൈൻ ഉണ്ട്. അത് കണ്ട സിദ്ധു അപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യും. ആഹാ ആണോ? ഉം. ആ പക്ഷേ നമ്മുടെ കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് ഇന്റർവ്യൂ നടത്തി എക്സ്ട്രാ ഓർഡിനറി പെർഫോമേഴ്സിന് മാത്രമേ അപ്പോയിന്റ് ചെയ്യൂ. അല്ലേ മമ്മി? മമ്മിക്ക് അറിയാലോ. ആ ഇതൊക്കെ നെക്സ്റ്റ് വീക്കിൽ നടക്കുന്നുണ്ട് ത്രൂ പ്രോപ്പർ ചാനൽ വഴി. ഐ വിൽ കൺസിഡർ. ഓക്കെ? ആ ഇന്റർവ്യൂവിന് കമ്പനി വന്നാൽ മതി. എന്താ ചേച്ചി ഇത്? ഇങ്ങനെ ഇൻസൾട്ട് അയക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? മമ്മി അഹങ്കാരം അവന്. ബാക്കിയുള്ളവരൊക്കെ മൊത്തം പുച്ഛ. എത്ര പേര് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഓഫീസിൽ ചെല്ലുന്നു. അതിനൊന്നിനും ഒരു കുഴപ്പമില്ല. ഇവളൊന്ന് ചെന്നോട്ടെന്ന് ചോദിച്ചപ്പോ അവന് ഭയങ്കര കുറച്ചിലായിപ്പോയി. അവന് മാത്രമല്ല, ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ടതാ സൊണാലി ഗ്രൂപ്പ്. ഞാനും ഡയറക്ടർ ബോർഡിലെ ഒരു മെമ്പർ തന്നെയാണ്. സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉള്ളപ്പോ എന്റെ അനിയത്തിയെ കണ്ട തയ്യക്കടയിലൊക്കെ കൊണ്ടിരുത്തേണ്ട കാര്യമുണ്ട് എനിക്ക്. അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ആദ്യം പറയുമ്പോ കടിച്ചു തിന്നാൻ വരും, പിന്നെ അവൻ സമ്മതിക്കും. വാ. ഞാനോ? ആ വാ. ചെല്ലിടിയായിട്ട്. ഇപ്പൊ എന്തായി? നല്ല ഡിസൈൻ. ഇത് എവിടുന്ന് വാങ്ങിച്ചതാ മാഷെ? ഡിസൈൻ കൊള്ളാവോ? സൂപ്പർ. എനിക്ക് നന്നായിട്ട് ചേരുമല്ലേ? ഇത് ആർക്ക് വാങ്ങിച്ചതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. അതാരാ? അതിപ്പോ എങ്ങനെയാ പറയുന്നേ? പറ മാഷെ, പ്ലീസ് പ്ലീസ് മാഷെ. അത് പറഞ്ഞ എന്റെ സസ്പെൻസ് പോവില്ലേ? പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കണ്ണിൽ നോക്കി പറയണം. അപ്പോ പെണ്ണിന്റെ കണ്ണിൽ പ്രണയം തുളുമ്പും. അപ്പോ ആ കണ്ണുകളിൽ നോക്കി വേണം പറയാൻ. മാഷെ ഇങ്ങോട്ട് നോക്കിയേ. ദേ, എന്റെ കണ്ണിലോട്ട് നോക്കിയേ. തിളങ്ങുന്നില്ലേ? നോക്ക് മാഷേ. നിന്റെ കണ്ണ് പൂച്ചക്കണ്ണല്ലേ, അതിന് തിളക്കം കുറവാ. എന്റെ കണ്ണിന് ഒരു കുറവുമില്ല. എന്റെ കണ്ണാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറയാറുണ്ട്. ആഹാ. ഇനി നോക്കിയേ, കണ്ണിലോട്ട് നോക്ക്, എന്നിട്ട് പറ തിളക്കുണ്ടോന്ന്. യോ പേടിച്ചു പോലോ. ചില ഹൊറർ സിനിമയിലെ യക്ഷികളുടെ നോട്ടമാ. കണ്ടോ? എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മനഃപൂർവ്വം പറയല്ലേ? ഉള്ള കാര്യം പറഞ്ഞ എങ്ങനെ ഇൻസൾട്ട് ആവുന്നത്? അപ്പൊ ഇത് ആർക്ക് കൊടുക്കാൻ വാങ്ങിയതാ? പറഞ്ഞേ, പറമാഷേ. എനിക്ക് വേണ്ടി ജന്മം കൊണ്ടൊരു പെണ്ണ് ഈ ഭൂമിയിൽ, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് മധുര 17 കടന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എവിടെയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
എന്നെയോ? ഇഷ്ടപ്പെട്ടത് ഇപ്പോഴല്ല, ഒരുപാട് കാലം മുമ്പേ തുടങ്ങി. അതല്ല മാഷെ പറഞ്ഞത്, ഈ റൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന. ആ, ഇത് നമ്മുടെ ഓഫീസിലേക്കുള്ള റൂട്ടോ? അയ്യോ അതല്ല, ഈ പ്രപ്പോസലിനുള്ള പുതിയ റൂട്ട് ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ഇതേ പൊളിയ. ഈ മനസ്സിലുള്ളത് തുറന്നു പറയാതെ ഇതാ ഇങ്ങനെ. അതിനെയാ ചുറ്റിക്കളി എന്ന് പറയുന്നത്. എന്റെ പൊന്നു വെച്ച് എന്നെ ഇങ്ങനെയൊന്നും വിശ്വസിക്കല്ലേ. ഞാൻ ഇങ്ങനെ ഒരു നാടോടിയാ. ചെല്ലുന്നിടത്തല്ല നല്ല കിട്ടു പെമ്പിള്ളേരാ എന്റെ മുമ്പിൽ ഒന്ന് പെടുന്നത്. അതിലൊന്നിന് കൊടുക്കാനാ ഇത് വാങ്ങിയത്. എന്തു പറ്റി മിണ്ടാത്തെ? കണ്ണ് അറിഞ്ഞോ? അതെ, ഞാൻ വെറുതെ പറഞ്ഞോ? വെറുതെ പറഞ്ഞതാന്ന് അറിയാം. ഈ മുടി അഴിച്ചിട്ട് എന്തൊരു ഭംഗിയാ. അഴിച്ചിരട്ടെ? ഇൻസ്റ്റഗ്രാമിലെ 2 ദിവസം മുമ്പ് ഓഫ് റോഡ് ടീംസിന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടില്ലേ, വിന്നറായിട്ട്? എന്തൊരു ഭംഗിയായിരുന്നു ആ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട്. ഇതൊന്ന് അഴിച്ചിരട്ടെ? ഏയ് വേണ്ട വേണ്ട. എന്റെ മുടി ഞാനല്ലാതെ വേറൊരാളെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പെമ്പിള്ളേര്. ഇനി ഓഫ് റോഡ് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോണേ. കൊണ്ടുപോവാ. ദാ, മാഷെ, എല്ലാരും ബൊക്കെയായിട്ട് തന്നെ നിൽക്കുന്നേ. എന്നെ സ്വീകരിക്കാനാണോ മാഷെ? മാഷ് വിളിച്ച് പറഞ്ഞല്ലേ. ഇത് നമ്മുടെ പുതിയ ഓഫീസാ, ഇനോഗ്രേഷനോ. ഓ, അപ്പൊ അതിനായിരുന്നല്ലേ പോയ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് എന്നെ വിളിച്ച് കയറ്റിയത്. ഞാൻ തന്നെ വലതുകാല് വെച്ച് കയറണമെന്ന് മാഷിന് നിർബന്ധമുണ്ടല്ലേ. താങ്ക് യു. ഓ ഇറങ്ങ. പുതിയൊരാള് അറിയില്ല. ഈ പഴയ സെക്രട്ടറിക്ക് പകരം പുതിയൊരാളെ കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞേനെ. യെസ്, നമ്മുടെ പുതിയ ഓഫീസിലേക്ക് MD-ക്ക് സ്വാഗതം. താങ്ക് യു. സാറേ, ഇതാരാ മനസ്സിലായില്ല? ഞാൻ സിദ്ധുന്റെ കസിന പ്രതിഭ ബാലകൃഷ്ണൻ, ഡിസൈനറാ. പഠിച്ചത് ബാംഗ്ലൂരാ. ഇനി സിദ്ധുവിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനിവിടെ കാണും. അപ്പൊ നമ്മുടെ സ്റ്റാഫായിട്ടാണോ? അങ്ങനെ അതെ, ഇന്ന് മുതൽ സ്റ്റാഫാണ്. വാ സിദ്ധു, നാട് മുറിക്കണ്ടേ? ആ പറഞ്ഞു സാർ. വാ. വരണം. അന്നേ താങ്ക് യു. വരണം. വാ. വരും മാഡം. ആ കൊള്ളാലോ. മോളിലാണ് സാർ. ആ വാ. ആ
ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമാ പുലരി പോൽ വേലുപോൽ ഹൃദയമായൊരാളേ മഴ നനഞ്ഞ രാവിൽ മിഴി